ഓക്കെ, സോ നമ്മൾ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്താന്ന് പറഞ്ഞു, പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞു, പ്രോസസ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ഇവിടെ വേറൊരു ടേം വന്നിരിക്കുകയാണ് പാത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്നലെ നമ്മൾ പാത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. റിവേഴ്സിബിൾ പ്രോസസ്, ഇറവേഴ്സിബിൾ പ്രോസസ് പറയുന്ന നേരം പാത്തിന്റെ ഒരു കാര്യം പറഞ്ഞു. അതായത് സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ ഒരു പ്രോസസ്സ് നടന്നിരിക്കും. ഈ പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും സിസ്റ്റത്തിന്. എവിടെയാണ്? ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക്. ഇങ്ങനെ മാറുമ്പോൾ നമ്മൾ പറയും സിസ്റ്റം ഹാസ് ഡിസ്ക്രൈബ്സ് എ പാത്ത്. അതായത് സിസ്റ്റം ഒരു പാത്ത് ഫോം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പാത്ത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. ഇത്രയുള്ള ഡെഫിനിഷൻ പാത്തിന്റെ. When a system changes from one state to another state, it describes a path. It's undergone a path. A series of states through which a system passes during a process is called path of the process. അപ്പം ഒരു പ്രോസസ് നടക്കണമെങ്കിൽ there must be a path. Once a path is generated, the system will changes from one state to another state. അപ്പം ഈ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള സ്റ്റേറ്റുകളുണ്ട്. ഇക്വിലിബ്രിയം സ്റ്റേറ്റും ഉണ്ട്, നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റുകളുണ്ട്. ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് എടുക്കുന്നത്. നോൺ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് പെട്ടെന്നൊന്നും വാല്യൂസ് കിട്ടില്ല, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, സ്റ്റേബിൾ അല്ലാത്തൊരു കണ്ടീഷനിലാണ്. എപ്പോഴും രണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ഫോം ചെയ്യുമ്പോൾ ഒരു പ്രോസസ് ഫിനിഷ് ചെയ്യും. അങ്ങനെ ഫിനിഷ് ചെയ്ത് കഴിയുമ്പം അവിടെ ഒരു ഡെഫിനറ്റ് പാത്ത് ഫോം ചെയ്യും. ഈ പാത്ത് റിവേഴ്സിബിൾ ആണെങ്കിൽ എന്ന് വെച്ചാൽ കണ്ടീഷൻ എന്താണ്, അതേ പാത്തിലൂടെ തന്നെ തിരിച്ച് സിസ്റ്റം അതിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു റിവേഴ്സിബിൾ പാത്താണ്. നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ലൈൻ വെച്ചിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യും. ഇനി സെയിം പാത്ത് അല്ല തിരിച്ചു വരുമ്പോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇറിവേഴ്സിബിൾ പാത്ത് എന്ന് പറയും. അതിനെ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് നമ്മളത് സ്പെസിഫൈ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് തെർമോഡൈനാമിക് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. പ്രഷർ എക്സ് വൈ കോർഡിനേറ്റിനാണ് നമ്മൾ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന വേരിയബിൾസിനാണ് നമ്മൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ വൈയില് പ്രഷർ എടുത്തു, എക്സിൽ വോളിയം എടുത്തു. ഓക്കെ, ദെൻ ഐ ഹാവ് ടു സ്റ്റേറ്റ്സ്. ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 ആണ്, ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പം ഇത് രണ്ടും ഇക്വിലിബ്രിയം സ്റ്റേറ്റുകളാണ്. ഈ ഇക്വിലിബ്രിയം സ്റ്റേറ്റുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് 3 പാത്ത്സ്. ഈ 3 പാത്തുകളുണ്ട്. അതായത് 1ൽ നിന്ന് 2ൽ നിന്ന് 1ലേക്ക്, 2ൽ നിന്ന് 1ലേക്ക്, 2ൽ നിന്ന് 1ലേക്ക് 3 പാത്തുകൾ ഫോളോ ചെയ്യുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് എ ബി സി 3 പാത്തുകൾ ഫോം ചെയ്തു. അപ്പൊ ഇങ്ങനെ ഫോം ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ ഈ പാത്തിന്റെ കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ 3 വാല്യൂസ്, ഈ 3 പാത്തുകളുണ്ട് എ ബി സി. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് 3 പാത്തുകളല്ലേ, 3 പാത്തുകളാണ്, ശരിയല്ലേ? എ എന്ന് പറയുന്ന പാത്ത് വേറൊരു ലൈനാണ്, ബി എന്ന് പറയുന്ന പാത്ത് വേറൊരു ലൈനാണ്, സി എന്ന് പറയുന്ന പാത്ത് വേറൊരു ലൈനാണ്. ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ്, ശരിയല്ലേ? ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, നൗ ഇവിടെ ഫിഗർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 1 ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. ഇനീഷ്യൽ സ്റ്റേറ്റ് അതായത് ഒരു ഗ്യാസ് ഒരു പിസ്റ്റൺ സിലിണ്ടറിന്റെ ഉള്ളിൽ വെച്ച് കംപ്രസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്ന് പറയുന്ന പിസ്റ്റൺ ഇവിടെ നിന്നിരിക്കുകയാണ്. ആ സമയത്ത് പ്രഷർ ഇതാണ്, വോളിയം ഇതാണ്. അപ്പം ഇനീഷ്യൽ സ്റ്റേറ്റിലെ പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ വരും, P1 എന്ന് പറയുന്ന വാല്യൂ വരും. P1 ഇതാണ് ഇനിഷ്യൽ പ്രഷർ. P1, വോളിയം V1. അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? അതാണ് ഞാൻ മിനിമം 2 പ്രോപ്പർട്ടീസ് വേണമെന്ന് പറഞ്ഞത്. ഞാൻ ഇനിഷ്യൽ സ്റ്റേറ്റ് ഇവിടെ കൊണ്ടുവന്ന് മനസ്സിലാക്കി. കാര്യം വാല്യൂസ് ഉണ്ടായിരിക്കും, ഗ്രാഫ് വരച്ച് എനിക്ക് വാല്യൂസ് ഉണ്ടെങ്കിൽ ആ വാല്യൂസ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എടുത്തു. അതാണ് സ്റ്റേറ്റ് പോയിന്റ് 1 എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെയായിരുന്നു ആദ്യം ഈ ഗ്യാസിന്റെ സ്റ്റേറ്റ് ഉണ്ടായിരുന്നത്. ഇതിനെ ഞാൻ കംപ്രസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇറ്റ്സ് പ്രഷർ ഗ്രാജുവലി ഇൻക്രീസിങ്, ഇറ്റ്സ് വോളിയം ഗ്രാജുവലി റെഡ്യൂസിങ്. അതാണ് കണ്ടീഷൻ. കംപ്രസ് ചെയ്യുന്ന സമയത്ത് വോളിയം കുറഞ്ഞു വരികയും പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഈ കണ്ടീഷൻസ്. അതായത് ഓരോ പോയിന്റ് എടുക്കുമ്പോഴും പ്രഷർ കൂടി പോകുന്നു, വോളിയം കുറഞ്ഞു വരും. ഈ ഒരു പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ ഓൾറെഡി ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതലാണ്. വോളിയത്തിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വോളിയം ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും കുറവാണ്. അവസാനം ഈ ഒരു പോയിന്റിലെത്തി, V2 എന്ന് പറയുന്ന പോയിന്റിലെത്തിക്കൊണ്ട് നിർത്തി എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയത്തിലെത്തി. ആ സമയത്ത് പ്രഷർ P2 ആണ്, വോളിയം എന്ന് പറയുന്നത് V2 ആണ്. ഓക്കെ, അപ്പം ഇത് രണ്ടും അവിടെ ചേരുമ്പോഴത്തേക്ക് ഒരു കംപ്രഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടന്നു. പ്രോസസ്സ് നടത്തുന്ന സമയത്ത് സ്റ്റേറ്റ് എന്ത് ചെയ്തു? ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോയി. ഇറ്റ് ഹാവ് അണ്ടർഗോൺ എ പ്രോസസ് ആൻഡ് ഡിസ്ക്രൈബ്സ് എ പാത്ത്. അപ്പം ഈ ഓരോ പോയിന്റ്സും എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഡോട്ടഡ് ലൈൻസ് എനിക്ക് കിട്ടി വന്നിട്ട് ഞാൻ ആ ഡോട്ടഡ് ലൈൻസ് എല്ലാം കൂടെ അങ്ങ് കണക്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക്
ഒരു റിവേഴ്സിബിൾ പാത്ത് എന്നുള്ളൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് പാത്ത് ഫോം ചെയ്ത് വെച്ചു. ഓക്കെ, ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ഈ 2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന്, അതായത് എക്സ്പാൻഡ് ചെയ്യാണ്, തിരിച്ച് ഈ പിസ്റ്റനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം പാത്തിലൂടെ തന്നെയാണ് ഓരോ പോയിന്റ്സും ഫോം ചെയ്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ റിവേഴ്സിബിൾ പാത്ത്, റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയാം. പക്ഷേ റിവേഴ്സിബിൾ പ്രോസസ് ഈസ് എൻ ഐഡിയൽ പ്രോസസ്, ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. നമുക്കറിയാം, കാര്യം ഈ ഒരു കംപ്രഷൻ പ്രോസസ് നടക്കുന്ന സമയത്ത് സറൗണ്ടിങ്സിലോട്ട് ഹീറ്റ് റിജക്ട് ചെയ്ത് പോകുന്നുണ്ടാവും. കാര്യം നമുക്കറിയാം, നമ്മൾ നിങ്ങൾ സൈക്കിൾ പമ്പൊക്കെ ഇല്ലേ, പ്രഷറൈസ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ സിലിണ്ടർ വാളിൽ എന്തുണ്ടാവും, ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പം ഹീറ്റ് ഡിസപ്പിയർ ചെയ്ത് പോകുന്നു സറൗണ്ടിങ്സിലോട്ട്. അതേസമയം എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന സമയത്ത് അത്രയും ഹീറ്റ് തന്നെ എടുക്കണമെന്ന് തിരിച്ചു വരണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് അത് ഒരു കുറച്ച് ഹീറ്റ് അന്തരീക്ഷത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ആ ട്രേസ് എന്ന് പറയുന്നത്. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രോസസ്സിന് റിവേഴ്സിബിൾ എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇതാണ് ആ സറൗണ്ടിങ്സ് റീസ്റ്റോർ ചെയ്യത്തില്ല എന്ന് നമ്മൾ പറഞ്ഞതിന്റെ കാര്യം. ഓക്കെ, to describe a process completely, one should specify the initial and final state of a process. അപ്പോൾ നമുക്ക് ഒരു പ്രോസസ് കംപ്ലീറ്റ് ആവണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ we should need two conditions, means that initial state ഉണ്ടായിരിക്കണം, final states ഉണ്ടായിരിക്കണം, and as well as there must be a path follows and the interaction between the surroundings. means എപ്പോഴും നമുക്ക് നോക്കുന്ന, എപ്പോഴും നമ്മൾ സറൗണ്ടിങ്സിനകത്തോട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഇന്ററാക്ഷൻസ് നടക്കുന്നുണ്ടോ നോക്കുക. ഇപ്പം തൽക്കാലം നിങ്ങൾ അതങ്ങ് വിട്ടേക്ക്, ഈ സറൗണ്ടിങ്സ് എന്നുള്ള കാര്യം വിട്ടേക്ക്, സിസ്റ്റത്തിന് മാത്രം നോക്കിയാൽ മതി. അപ്പം ഒരു പ്രോസസ് നടക്കണമെങ്കിൽ there must be two state points and definitely there must be a path follow. Okay, path and point functions, രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം path function is there and point function is there. path functions ഉള്ളത്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഫംഗ്ഷൻസ് എല്ലാം, വേരിയബിൾസ് എല്ലാം എന്താണ്, പാത്ത് ഫംഗ്ഷൻസും. പോയിന്റ് ഫംഗ്ഷൻസ് എല്ലാം പോയിന്റിന്, ഒരു പർട്ടിക്കുലർ പോയിന്റ്, സ്റ്റേറ്റ് പോയിന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ കുറച്ചും കൂടെ സ്പെസിഫിക് ആണെങ്കിൽ സ്റ്റേറ്റ് പോയിന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതെല്ലാം എന്താണ്, പാത്ത് ഫംഗ്ഷൻസും. സ്റ്റേറ്റ് പോയിന്റ്സിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതെല്ലാം പോയിന്റ് ഫംഗ്ഷൻസും ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പാത്ത് ഫംഗ്ഷൻ എന്താണെന്ന് എടുക്കുകയാണെങ്കിൽ, ഇഫ് ദ വാല്യൂ വിത്ത് തെർമോഡൈനാമിക് വേരിയബിൾ. ഇപ്പൊ തെർമോഡൈനാമിക് വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയതൊക്കെയാണ്, തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ. ഏതൊക്കെയാണ്, പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഡെൻസിറ്റി, ഇതൊക്കെ നമ്മൾ എന്തായിട്ടിരുന്നു, വേരിയബിൾ എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ പറയാണ്, ഇഫ് ദ വാല്യൂ ഓഫ് ദ തെർമോഡൈനാമിക് വേരിയബിൾ, ആ വേരിയബിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാത്ത് ഫോളോഡ് ഇൻ ഗോയിങ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. അതായത് പാത്തിന്, ആ വേരിയബിളിന്റെ വാല്യൂസ് എപ്പോഴും പാത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് എന്ത് പറയുന്നത്, പാത്ത് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ദ പാത്ത് ഫംഗ്ഷൻസ് ആർ നോട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം. അപ്പൊ ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, പാത്ത് ഫംഗ്ഷൻസ് ഒന്നും എന്തല്ല, പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നില്ല. അപ്പൊ നമ്മളിപ്പോ ഇവിടെ വേരിയബിൾസ് ആയിട്ട് എടുത്തിരിക്കുന്ന ഏതൊക്കെയായിരുന്നു, പ്രഷർ അല്ലെ, ടെമ്പറേച്ചർ, വോളിയം, ഡെൻസിറ്റി, ഇതൊക്കെ നമ്മൾ എന്തായിട്ടാണ് പറഞ്ഞത്, വേരിയബിൾസ്, നമ്മുടെ വേരിയബിൾസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു, എന്നിട്ട് നമ്മൾ പറഞ്ഞിരുന്നു പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞതും എല്ലാം ഇതാണ്, ഇതിനൊക്കെ തന്നെയാണ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പാത്ത് ഫംഗ്ഷൻസ് ആർ നോട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ദി സിസ്റ്റം. അപ്പം ഇങ്ങനെ എടുക്കുന്ന വേരിയബിൾസ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ അതിനെ ഒന്നും നമുക്ക് പ്രോപ്പർട്ടീസ് ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. അതിന്റെ അർത്ഥം പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഡെൻസിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ എടുത്ത് പഠിച്ചത് ഒന്നും തന്നെ എന്തല്ല, പാത്ത് ഫംഗ്ഷൻസ് അല്ല, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഫംഗ്ഷൻസ് അല്ല. They are purely depending on state of the system. State of the system. ഇപ്പൊ ഇവിടെ നോക്കിയേ, പ്രഷർ, വോളിയം എടുത്തു. ഈ ഒരു കേസിൽ പ്രഷർ, വോളിയം എടുത്തു. ഇനീഷ്യൽ വോളിയം V1 ആണ്, ഫൈനൽ വോളിയം V2 ആണ്. സോ ക്യാൻ യു ഗിവ് ദ ഡിഫറൻസ്? അല്ലെങ്കിൽ വേണ്ട, ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് 5 ആണ്, ഇനീഷ്യൽ വോളിയം 5 ആണ്, ഫൈനൽ വോളിയം എന്ന് പറയുന്നത് 3 ആണ്. സോ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വോളിയം? Initial volume 5 ഉം final volume 3 ആണെങ്കിൽ what is the change in volume? Hello? V2 minus V1. V2 minus V1. Initial minus final. Change in volume എത്രയാണ്? 2 അല്ലേ? 2. Change in volume 2. അപ്പൊ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങൾ ഇനിഷ്യൽ പോയിന്റ് എടുത്തു, ഫൈനൽ പോയിന്റ് എടുത്തു അല്ലേ, അതിന്റെ ഡിഫറൻസ് എടുത്തു. പ്രഷർ എടുത്ത് നോക്കിയാൽ ഫൈനൽ പ്രഷർ 6, initial pressure 2. So what is the change in pressure? 4. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ എടുത്തത്, ഇനിഷ്യൽ പ്രഷർ വാല്യൂ എടുത്തു, ഫൈനൽ പ്രഷർ വാല്യൂ എടുത്തു. എന്ന് വെച്ചാൽ ഇനിഷ്യൽ സ്റ്റേറ്റിന്റെ വാല്യൂ എടുത്തു, ഫൈനൽ സ്റ്റേറ്റിന്റെ വാല്യൂ എടുത്തു.
അല്ലെ? അപ്പം നേരത്തെ പറഞ്ഞിരിക്കുന്നു പാത്ത് ഫങ്ഷൻസ് എന്ന് വെച്ചാൽ എന്തല്ല പാത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പം ഞാനിപ്പോ ഈ പറഞ്ഞതിനകത്ത് നിങ്ങൾ പാത്തിനെ കൺസിഡർ ചെയ്തോ? ഈ പറഞ്ഞതിനകത്ത് ഈ ഡിഫറൻസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ഈ പാത്തിനെ കൺസിഡർ ചെയ്തോ? നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേറ്റ് എടുത്തു, ഫൈനൽ സ്റ്റേറ്റ് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പൊ അപ്പൊ അങ്ങനെയുള്ളത് മാത്രമേ എന്ത് കിട്ടുള്ളൂ? പോയിന്റ് ഫങ്ഷൻസ് ആയിട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന എല്ലാം തന്നെ എന്തായിരിക്കും? പോയിന്റ് ഫങ്ഷൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന എക്സാമ്പിൾസ്, പ്രഷർ പ്രോപ്പർട്ടി എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു, വോളിയം എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു. അപ്പൊ ഇതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്? സ്റ്റേറ്റ് പോയിന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്, നോട്ട് ദ പാത്ത് ഫോളോഡ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്, സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഫങ്ഷൻസ് എല്ലാം എന്താണ്? പ്രോപ്പർട്ടീസ് ആണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ പാത്ത് ഫങ്ഷൻസിനകത്ത്? സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതല്ല, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന എല്ലാം ആണ് എന്തെന്ന് പറയുന്നത്? പാത്ത് ഫങ്ഷൻസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഫങ്ഷൻസ് ഒന്നും തന്നെ എന്തല്ല? പ്രോപ്പർട്ടീസ് അല്ല. പക്ഷേ നമുക്ക് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? അതിന് വർക്കും ഹീറ്റും ആണ്. മനസ്സിലായോ ഈ പോയിന്റ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ, ഒരു ഡൗട്ട്. പറഞ്ഞു. ഈ പാത്ത് ഫംഗ്ഷനെ സ്റ്റേറ്റ് ഓഫ് ദ മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, സ്റ്റേറ്റ് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ സ്പെസിഫൈ ചെയ്ത് തരാം. അതായത് ഇപ്പൊ നമ്മുടെ ഇവിടെ എക്സാമ്പിൾ എടുത്തിരിക്കുന്ന വർക്കും ഹീറ്റും ആണ്. ഓക്കെ, ഇപ്പോ നിങ്ങളുടെ ഇനിഷ്യൽ പൊസിഷൻ, നിങ്ങളുടെ ഫൈനൽ പൊസിഷൻ, ഇത് രണ്ടുമാണ്. കാണുന്നുണ്ടല്ലോ അത്? നിങ്ങളുടെ ഇനിഷ്യൽ പോയിന്റ്, നിങ്ങളുടെ ഫൈനൽ പോയിന്റ്. ഓക്കെ, അതായത് സപ്പോസ് ഇത് നിങ്ങളുടെ വീട്, ഇത് നിങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഇത് നിങ്ങളുടെ വീട്, ഇത് നിങ്ങളുടെ വീട്, ഇത് നിങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്. ഓക്കെ, ഈ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഫ്രണ്ടിലെ വീട്ടിലേക്ക് പോകാനായിട്ട് 3 വഴിയുണ്ട്. ഇത് ആദ്യത്തെ വഴി, ഇത് രണ്ടാമത്തെ വഴി, ഇത് മൂന്നാമത്തെ വഴി. മനസ്സിലായോ? ക്ലിയർ? അപ്പം 3 പാത്ത് അല്ലേ? നിങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് 3 വഴിയുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞു? പാത്ത് ഫങ്ഷൻസ് പറഞ്ഞു. അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്ന വർക്കാണ്. ഇപ്പൊ ഞാൻ വർക്ക് എടുക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ഇപ്പൊ ഇതിനെ ഞാൻ എ ബി 3 പാത്തിന് 3 പേര് കൊടുക്കുകയാണ്. സി, എ എന്ന് പറയുന്ന പാത്തുണ്ട്, ബി എന്ന് പറയുന്ന പാത്തുണ്ട്, സി എന്ന് പറയുന്ന പാത്തുണ്ട്. ഇപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എ എന്ന് പറയുന്ന പാത്തിലൂടെ നടന്നുപോയി. അപ്പൊ നിങ്ങളുടെ ഇനീഷ്യൽ പോയിന്റ് എവിടെയാണ്? നിങ്ങളുടെ വീട്. ഫൈനൽ പോയിന്റ് എവിടെയാണ്? നിങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്. ഓക്കെ, ഇനി രണ്ടാമത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബി എന്ന് പറയുന്ന പാത്തിലൂടെ നടന്നുപോയി. അപ്പോഴും നിങ്ങളുടെ ഇനീഷ്യൽ പോയിന്റ് ഏതാണ്? നിങ്ങളുടെ വീട്. ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്. പക്ഷെ നിങ്ങൾ നടന്നുപോയ വഴി ബി എന്ന് പറയുന്ന വഴിയാണ്. ഇനി വേറൊരു ദിവസം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ സി എന്ന് പറയുന്ന പാത്തിലൂടെ നടന്നുപോയി. നിങ്ങളുടെ ഇനിഷ്യൽ പോയിന്റ് എവിടെയാണ്? നിങ്ങളുടെ വീട്. ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ഫ്രണ്ടിന്റെ വീട്. ഇതിനകത്ത് 3-നകത്തൂടെ പോകുമ്പോഴും നിങ്ങൾ നടന്നാ പോയത് എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങൾ വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങളുടെ വർക്ക് സെയിം ആണോ? അല്ലല്ലോ. അല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നേരത്തെ പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫറൻസ് എടുക്കാൻ ഏത് മാത്രമേ എടുത്തുള്ളൂ? ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും മാത്രമേ എടുത്തുള്ളൂ. അപ്പൊ ഞാൻ പറയാണ് നിങ്ങളുടെ വർക്ക് സെയിം ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ? അപ്പൊ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തല്ല നിൽക്കുന്നത്? ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സാധനം, വർക്ക് എന്ന് പറയുന്ന സാധനം, ഈ ഇനീഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും ഡിപ്പെൻഡ് ചെയ്ത. നേരത്തെ വോളിയം പ്രഷറും ഞാൻ ഡിഫറൻസ് എടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പാത്തിന് നോക്കിയതേ ഇല്ല. നിങ്ങൾ എന്താ എടുത്തത്? ഇനീഷ്യൽ പോയിന്റ് എടുത്തു, ഫൈനൽ പോയിന്റ് എടുത്ത് അതിന്റെ ഡിഫറൻസ് എടുത്തു തന്നു. അപ്പൊ അതാണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സ്റ്റേറ്റ് പോയിന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. ഈ പറഞ്ഞ സാധനം സ്റ്റേറ്റ് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കുന്നത്? പാത്തിന്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അപ്പൊ നിങ്ങൾ കൂടുതൽ വർക്ക് എടുക്കുന്നത് ഏത് പാത്തിലൂടെ പോകുമ്പോൾ?
സിയിലൂടെ പോകുമ്പോൾ സി എന്ന് പറയുന്ന പാത്തിലൂടെ പോകുമ്പോൾ. പക്ഷേ നിങ്ങളുടെ ഇനീഷ്യൽ പോയിന്റ് എന്താണ്? 1 ആണ്. ഫൈനൽ പോയിന്റ് എന്താണ്? 2 ആണ്. നിങ്ങൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വർക്ക് എടുക്കുന്ന എവിടെയാണ്? കെ എന്ന് പറയുന്ന പോയിന്റ്. ഇനീഷ്യൽ പോയിന്റ് എന്താണ്? 1 ആണ്. ഫൈനൽ പോയിന്റ് എന്താണ്? 2 ആണ്. അപ്പം ഈ രണ്ട് വാല്യൂസും ഡിഫറെന്റ് ആണ്. പക്ഷെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തല്ല നിൽക്കുന്നത്? പോയിന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തല്ല നിൽക്കുന്നത്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം നിൽക്കുന്ന ആ വർക്ക്? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്ത്. അതേപോലെ തന്നെയാണ് ഹീറ്റും. ഹീറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാനൊരു റോഡ് ഉണ്ട്, ഒരു പോയിന്റ് ഉണ്ട്, വേറൊരു പോയിന്റ് ഉണ്ട്. ആദ്യം ഞാൻ ഈ പോയിന്റും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിറ്റ് റോഡ് എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു 2 കിലോ ജൂൾ ഹീറ്റ് കൊടുത്തു ഇവിടുന്ന്. ഓക്കെ, 2 കിലോ, എനിക്ക് കഴ്സർ മൂവ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. 2 കിലോ ജൂൾ ഹീറ്റ് കൊടുത്തു. അപ്പം ഇതെന്ത് ചെയ്തു? ഈ റോഡ് വഴി ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തു ഈ ജംഗ്ഷനിലെത്തി. ഓക്കെ, ഹാർഡ്ലി ഇവിടെ എത്തുന്ന രീതിയിൽ വന്നു. ഇനി ഞാൻ എന്താ വെച്ചാൽ ഈ റോഡ് മാറ്റിയിട്ട് ഞാൻ എന്താ വെച്ചാൽ വേറൊരു കുറച്ചും കൂടെ നീളം കൂടിയ റോഡ് വെച്ച് കണക്ട് ചെയ്ത് തമ്മിൽ. ഇനി ഞാൻ ഈ 2 കിലോ ജൂൾ തന്നെ ഇവിടെ ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ തന്നെ ഹാർഡ്ലി ഇവിടെ എത്തുന്നേ ഉള്ളായിരുന്നു ഹീറ്റ്. ഇവിടെ എത്തുമോ ആ ഹീറ്റ്? ഈ 2 കിലോ ജൂൾ തന്നെ കൊടുത്താൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടം വരെ വരുമ്പോഴത്തേക്ക് തീർന്നു പോകും. പിന്നെ അങ്ങോട്ട് കണ്ടക്ട് ചെയ്യത്തില്ല. ഇവിടെ എനിക്ക് കിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ കൂടുതൽ കൊടുക്കണം, മേ ബി 3. ഇതാണ് ഹീറ്റിന്റെ കേസിൽ വരുന്നത്. അപ്പൊ എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും? നമ്മൾ പ്രിഫർ ചെയ്യുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇങ്ങനെ വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത്രയും വരുമ്പോഴത്തേക്ക് നേരത്തെ പറയുന്നത് കുറച്ചും കൂടി ഡിസ്റ്റൻസ് വരണമെങ്കിൽ ചിലപ്പം ഇവിടെ വെച്ച് ബ്രേക്ക് ആവും. ഇവിടെ ഞാൻ ഈ പാത്ത് യൂസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 4 കൊടുക്കേണ്ടി വരും. അപ്പം എന്താണ്? എൻഡ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല നിൽക്കുന്നത്, പകരം എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. ഇപ്പൊ ക്ലിയർ ആയോ പാത്ത് ഫംഗ്ഷൻ എന്താണെന്ന്? അതാണ് നമ്മളിവിടെ പറയുന്നത്, പാത്ത് ഫങ്ഷൻസ് ആർ നോട്ട് പ്രോപ്പർട്ടീസ്. അതുകൊണ്ട് നമുക്ക് വർക്കും ഹീറ്റും എന്തല്ല? പ്രോപ്പർട്ടീസ് അല്ല. നമുക്ക് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിലാണ് നമ്മൾ പറയുന്നത്. പ്രോപ്പർട്ടി പ്രഷറും വോളിയം ടെമ്പറേച്ചറും ഒക്കെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. സ്റ്റേറ്റ് ഫങ്ഷൻസ് ആർ ഓൾ സ്റ്റേറ്റ് ഫങ്ഷൻസ് ആർ പോയിന്റ് ഫങ്ഷൻസ്. പാത്ത് ഫങ്ഷൻസ് ആർ നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റേറ്റ്, ഇറ്റ്സ് ഓൺലി ഡിപ്പെൻഡിങ് ഓൺ ദ പാത്ത് ഫോളോഡ്. ഈ നേരത്തെ വർക്കിന്റെ കേസ് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതായിരിക്കും എ എന്ന് പറയുന്ന പാത്തായിരിക്കും. കാര്യം നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. കൂടുതൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സി എന്ന് പറയുന്ന പാത്ത് പ്രിഫർ ചെയ്യും. പക്ഷേ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. പക്ഷേ നിങ്ങളുടെ എഫേർട്ട് മീൻസ് ദാറ്റ് വർക്ക് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്, ഇറ്റ്സ് ഓൺലി ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് പാത്ത് ഫോളോഡ്. സോ ദേ ആർ കോൾഡ് പാത്ത് ഫങ്ഷൻസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പാത്ത് ഫങ്ഷൻസ് ആർ ഇൻ എക്സാക്ട് ഡിഫറൻഷ്യൽസ്. ദാറ്റ് ഈസ് മീൻസ് ദാറ്റ് എനിക്ക് എന്ത് എഴുതാൻ പറ്റില്ല. നേരത്തെ ഞാനിപ്പം നിങ്ങളടുത്ത് v1 - v2 എന്ന് പറഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ആക്ച്വലി ഡി വി അല്ലത് എടുത്തത്. നിങ്ങൾ ഡി വി ഇസിക്കൽ ടു അല്ലേ നിങ്ങൾ v1 - v2 അല്ലെങ്കിൽ v2 - v1 പറഞ്ഞെടുത്തത്, ഇനിഷ്യൽ പോയിന്റ് എടുത്തത്. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദേ ആർ നോട്ട് ഡിഫറൻഷ്യബിൾ, ദേ ആർ ഇൻ എക്സാക്ട് ഡിഫറൻഷ്യബിൾ, സോ ദാറ്റ് ദേ ആർ റെപ്രസെന്റഡ് ബൈ ദ സിമ്പിൾ ഡോ. ഈ രീതിയിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. സോ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് പേര് പാത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2 എന്ന് പറഞ്ഞ പാത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ റെപ്രസെന്റഡ് ബൈ ഈ റെപ്രസെന്റ് ഡോ w എന്ന് പറഞ്ഞെടുക്കും. ദാറ്റ് ഈസ് w12 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ w12 എന്ന് പറഞ്ഞ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ w12 ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് w2 - w1 ആൻഡ് ഇറ്റ് ഈസ് നോട്ട് dw. dw എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റത്തില്ല നമുക്ക്. കാര്യം എന്താണ്? ദേ ആർ ഇൻ എക്സാക്ട് ഡിഫറൻഷ്യബിൾ, ദേ ആർ നോട്ട് ഡിഫറൻഷ്യബിൾ. കാര്യം എന്താണ്? w2 - w1 അല്ല dw. കാര്യം ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ദ പാത്ത് ഫോളോഡ്. സോ വി ഹാവ് ടു നോ വാട്ട് ഈസ് ദ പാത്ത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ വാല്യൂസ് മെഷർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ വാല്യൂസിന് ഓരോ പാത്തിൽ പോകുന്നതിനനുസരിച്ചും ഈ വേരിയബിൾ മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെയാണ് ക്യൂവും ഹീറ്റും അങ്ങനെയാണ്. സോ റെപ്രസെന്റേഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഡബ്ല്യൂവും ക്യൂ എന്ന് പറയുന്നത് ഹീറ്റിന്റെയാണ്. ക്ലിയർ? സോ ദിസ് മീൻസ് എ ലോട്ട്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ യു ഓൾമോസ്റ്റ് ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ടെന്നാണ്. പാത്ത് ഫംഗ്ഷൻസും എന്താണെന്നും പോയിന്റ് ഫംഗ്ഷൻ എന്താണെന്ന് സ്ലൈഡ് ഞാൻ ഇട്ടിട്ട് പോലുമില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പോയിന്റ് ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. വാട്ട് ഈസ് പോയിന്റ് ഫംഗ്ഷൻ? ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റേറ്റ് പോയിന്റ്സ് അല്ലെ. പോയിന്റ് ഫംഗ്ഷൻസ് പ്രോപ്പർട്ടീസ് ഡസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ പാത്ത് ഫോളോഡ് in reaching the state, but only the equilibrium state itself. Point functions are properties of the system.
Point functions have exact differentiable designated by the simple D. Example: pressure, volume, temperature, density, enthalpy, entropy. They are all example for properties and for point functions. So dV എന്ന് പറഞ്ഞായിരിക്കും എഴുതിയിരിക്കുന്നത്, not dou V. They are exact differentiable, V2 minus V1. So point functions are depending on the state. Path functions are depending on the path followed. Clear? Okay. Then moving into cycle. ഇത് കേട്ടുണ്ടാവുമല്ലോ, തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടൊക്കെ. തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സപ്പോസ് പറയുന്നത് ഒരു പ്രോസസ് ഇനിഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് 1 ആണ്, ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 ആണ്. 1ൽ നിന്ന് എന്തോ ഒരു പ്രോസസ്സ് വഴി സിസ്റ്റം എവിടെ എത്തി? 2 എന്ന് പറയുന്ന പോയിന്റ് എത്തി. ഇനി 2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വേറെ ഏതോ ഒരു പ്രോസസ്സ് വഴി 3 എന്ന് പറയുന്ന സ്ഥലത്തെത്തി, 3 എന്ന് പറയുന്ന സ്റ്റേറ്റിലെത്തി. സോ 1 എന്ന് പറയുന്നത് P1 V1 എന്ന് പറയുന്ന വാല്യൂസ് ഉള്ള ഒരു സ്റ്റേറ്റ് പോയിന്റ്, 2 എന്ന് പറയുന്നത് P2 V2 എന്നുള്ള വാല്യൂസ് ഉള്ള വേറൊരു സ്റ്റേറ്റ് പോയിന്റ്, 3 എന്ന് പറയുന്നത് എന്താണ്? P3 V2 എന്ന് പറയുന്ന അല്ലെങ്കിൽ V3 എന്ന് പറയുന്നത് V2 = V3 ആയിരിക്കും, V3 എന്നുള്ള വേറൊരു പോയിന്റ്. ഇനി ഇവിടുന്ന് 3ൽ നിന്ന് വേറെ ഏതൊരു പ്രോസസ്സ് വഴി സിസ്റ്റം എവിടെ എത്തി? 4 എന്ന് പറയുന്ന പോയിന്റിലെത്തി, സ്റ്റേറ്റ് പോയിന്റിലെത്തി. സോ അവിടുത്തെ പ്രഷർ വാല്യൂ P4ഉം അവിടുത്തെ വോളിയം വാല്യൂ എന്ന് പറയുന്നത് V4 ആയിരിക്കും. സോ V1 = V4. അങ്ങനെ ഒരു കണ്ടീഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ലാസ്റ്റ് ഒരു പ്രോസസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് 4ൽ നിന്ന് 1 എന്ന് പറയുന്ന പോയിന്റിലെത്തി. ഈ 1 എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? അതിന്റെ ഇനിഷ്യൽ പോയിന്റ് ആണ്. ഓക്കെ, the system have undergone so many processes, but in such a way that after finishing the last process, that is 4.1, after finishing the last process, if the system comes back to its initial state, then we can say that the system have undergone a thermodynamic cycle. Is it clear? അതായത് ഒരുപാട് പ്രോസസ്സുകളിലൂടെ എല്ലാം കടന്നു പോയിട്ട് അവസാനത്തെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സിസ്റ്റം അതിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഒരു തെർമോഡൈനാമിക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. കാര്യം നിങ്ങളുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, സിലബസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കാർനോട്ട് ഓട്ടോ സൈക്കിൾസ് എന്ന് പറഞ്ഞിട്ടാണ്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈ സാധനം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച എല്ലാ കാര്യങ്ങളും എടുക്കുന്നത്. തെർമോഡൈനാമിക് സൈക്കിൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. തെർമോഡൈനാമിക് സൈക്കിൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോസസ്സ് പറയേണ്ടി വരും. പ്രോസസ്സ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് പോയിന്റ്സ് പറയേണ്ടി വരും. സ്റ്റേറ്റ് പോയിന്റ്സ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടീസ് പറയേണ്ടി വരും. ഇതിന് വേണ്ടിയിട്ടാണ് ഈ തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്ന പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇതെല്ലാം എടുത്തത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ സിലബസ്. ഓക്കെ, കാർനോട്ട് ഓട്ടോ സൈക്കിൾസ്, ഇവിടെ നിന്നാണ് നിങ്ങളുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത്രയും പഠിച്ചത്. മനസ്സിലായോ? അപ്പൊ ഈ സൈക്കിൾസ് ആണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, ഇതിനെ എത്താൻ വേണ്ടിയിട്ട് കുറെ ഇൻഫർമേഷൻസിന്റെ പുറകെ ഉണ്ട്. അതാണ് നമ്മൾ പഠിച്ചത്. അതെല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ചോദിക്കുന്ന കാര്യങ്ങളായിരിക്കും. അല്ലാതെ സാർ എന്തിനാണ് ഇത് ആദ്യമേ ഇതൊക്കെ പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രീ റിക്വസ്റ്റുകളാണ് അതെല്ലാം. ഇനിയാണ് നമ്മൾ ആക്ച്വലി സിലബസ് ബേസ് ചെയ്ത് പോകുന്നത്, സിലബസിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ ഈ സിലബസ് പറയുന്ന റഫ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. പക്ഷേ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കുറെ കാര്യങ്ങളും കൂടെ പഠിക്കണം, എന്നാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും കേട്ടോ, യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാകുന്നതാണ്. അല്ലാതെ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കത്തില്ല എന്ന് വിചാരിക്കരുത്. യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? വെൻ എ സിസ്റ്റം ഇൻ എ ഗിവൺ ഇനിഷ്യൽ സ്റ്റേറ്റ് എക്സ്പീരിയൻസ് എ സീരീസ് ഓഫ് പ്രോസസ്മെന്റ്. ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ നിന്ന് ഒരുപാട് പ്രോസസ്സ് വഴി ഒരുപാട് സ്റ്റേറ്റ് പോയിന്റ്സുകൾ ഉണ്ടാവുന്നു. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. വെൻ എ സിസ്റ്റം ഇൻ എ ഗിവൺ ഇനിഷ്യൽ സ്റ്റേറ്റ് എക്സ്പീരിയൻസ് എ സീരീസ് ഓഫ് പ്രോസസ് ആൻഡ് റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനിഷ്യൽ സ്റ്റേറ്റ്. അതായത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് സോ മെനി പ്രോസസ് ആൻഡ് ദി സിസ്റ്റം റീച്ചസ് ടു ഇനിഷ്യൽ സ്റ്റേറ്റ്. 1ൽ തുടങ്ങി 1ൽ തന്നെ തീരുന്നു എങ്കിൽ the system have undergone a cycle. At the end of the cycle, the properties of the system have the same values they had at the beginning. അവസാനം സിസ്റ്റത്തിന്റെ എൻഡ് വരുമ്പോഴത്തേക്ക് സ്റ്റേറ്റ് ഇനീഷ്യൽ സ്റ്റേറ്റിൽ എന്തായിരുന്നു വാല്യൂസ് അത് തന്നെയാണ് അതിന്റെ ഫൈനൽ സ്റ്റേറ്റിൽ. Then thermodynamic cycle, thermodynamic path is a cycle, is a closed loop form. ഒരു closed loop ഫോം ചെയ്യും. ഇത് പല രീതിയിൽ ഫോം ചെയ്യാം. ഇത് നിങ്ങൾ കാർനോട്ട് സൈക്കിൾ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയായിരിക്കും കാർനോട്ട് സൈക്കിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്നത്. 1, 2,
എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കണം. അപ്പോൾ അതും എന്താണ്, ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആണ് ഫോം. എല്ലാ സൈക്കിൾസും എപ്പോഴും ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കും. സോ സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് എനി പ്രോപ്പർട്ടി ഇൻ എ സൈക്കിൾ ഈസ് 0. അപ്പൊ ഇവിടെ എന്താണ്, P1 V1 ആണ് വാല്യൂസ്. സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇനിഷ്യൽ വാല്യൂ ഫൈനൽ വാല്യൂ എന്താണ്, P1 V1. ഡിഫറൻസ് എന്താണ്, P1 മൈനസ് P1 0. ബോഡി എടുക്കുകയാണെങ്കിൽ V1 മൈനസ് V1 0. അതാണ് പറഞ്ഞത് സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് എനി പ്രോപ്പർട്ടീസ് ഇൻ എ സൈക്കിൾ ഈസ് 0. ദാറ്റ് ഈസ് P is a property. സൈക്ലിക് ഇന്റഗ്രൽ അതാണ് ഈ സിമ്പിൾ കൊണ്ട് സൈക്ലിക് ഇന്റഗ്രൽ dp എന്ന് പറയുന്നത് 0 ആയി മാറും. ക്ലിയർ? ക്ലിയർ ആയോ? Yes, sir. Okay. Now I am moving into the zeroth law of thermodynamics. Have you heard of this term, zeroth law of thermodynamics? ഇന്നത്തെ ക്ലാസ് ഞാൻ ഈ സീറോത്ത് ലോ കൂടെ പറയുമ്പോഴത്തേക്ക് ഞാൻ തീർക്കും, ഫിനിഷ് ചെയ്യും. എന്താണ് സീറോത്ത് ലോ? ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നുണ്ടോ, പഠിച്ചിട്ടുണ്ടോ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? അപ്പം ടെമ്പറേച്ചർ ആൻഡ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്, അതായത് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിസ്ക്രൈബ്സ് ടെമ്പറേച്ചർ. Zeroth law of thermodynamics describes what is temperature. So temperature എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് it is a degree of hotness or coldness of a body or environment. Okay, it is a sense of degree of hotness or coldness of a body or environment. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ടെമ്പറേച്ചർ എന്താണെന്ന്, അതായത് ഇവിടെ പറയുന്നത് സെൻസ് ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ്, ഇത് തന്നെയാണ് നിങ്ങൾ ടെമ്പറേച്ചറിന് ഡിസ്ക്രൈബ് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. എനിവൺ, ഞാൻ പേര് വിളിക്കണോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ? കേട്ടില്ല. മനസ്സിലായില്ല. ഡിഗ്രി, വാട്ട് ഈസ് ടെമ്പറേച്ചർ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. Temperature or measurement of heat or coldness. സോ വാട്ട് ഈസ് ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് എ സെൻസ് ഓഫ് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്കൊരു ഡൗട്ട് ഫോം ചെയ്യും. അതായത് സപ്പോസ് ഞാനൊരു ക്ലൈമറ്റ് കണ്ടീഷൻ തരുവാണ്. സോ നിങ്ങളൊരു ഏർലി മോർണിംഗ് ഒരു 4 o'clock രാവിലെ 4 മണിക്കൊക്കെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടാകും. അവിടെ പോകുമ്പോഴത്തേക്ക് 2 രീതിയിലുള്ള ചെയർ അവിടെ കാണും. ഒന്നൊരു സ്റ്റീലിന്റെ ചെയറും ഒരു വുഡൻ ചെയറും കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റ്, നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരിക്കും ആ സമയത്ത്. നിങ്ങൾ ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത് ഇരിക്കാൻ വേണ്ടിയിട്ട്? മിക്കവാറും വുഡൻ ആയിരിക്കും. അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്, സെൻസ് ചെയ്യുന്നതിനകത്ത് കുറച്ച് എന്താണ് ടെമ്പറേച്ചർ കുറഞ്ഞ വുഡ് ആയതുകൊണ്ടാണ് നിങ്ങൾ ടെമ്പറേച്ചർ കൂടുതൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ തോന്നുന്നത് വുഡിനകത്താണ്. മറ്റേ സ്റ്റീലിനകത്തിരുന്ന ഒരുപാട് തണുപ്പ് തോന്നും അല്ലേ? അപ്പം ഈ ഒരു ടെമ്പറേച്ചറിന്റെ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് എന്ന് പറയുന്നത് ആ ഒരു സെൻസിലാണ് അവർ ആക്ച്വലി അത് പറയുന്നത്. ആക്ച്വലി ഇത് സംടൈംസ് മിസ്ലീഡിംഗ് ആണ്, നമ്മുടെ സെൻസിനെ മിസ്ലീഡ് ചെയ്യുന്ന ഒരു ടേം ആണ് ഈ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഹീറ്റിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ്. അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്ന ഒരു എനർജി ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടെമ്പറേച്ചർ ഒരു പ്രോപ്പർട്ടിക്ക് ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ആ പ്രോപ്പർട്ടീനാണ് ആക്ച്വലി നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാത്രമല്ല നമുക്ക് വേറെ രീതിയിലും കൂടെ പറയാം. അതായത് സപ്പോസ് എന്ന് പറയുന്നത് കുറെ പ്രോപ്പർട്ടീസ് വാല്യൂസ് എടുത്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടീസിന് സ്പെഷ്യലായിട്ട് ഏതെങ്കിലും നേച്ചർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടെമ്പറേച്ചറിനാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാര്യം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എനർജി ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമും കൂടെയാണ്, ഒരു പ്രോപ്പർട്ടിയും കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് തന്നെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് കേസിലുള്ള ഒരു പ്രോപ്പർട്ടി ആണെന്ന് കൂടെ പറയാം. അത് കുറച്ചും കൂടി സ്പെസിഫിക് ആണ്. ഞാൻ ഈ സീറോത്ത് ലോയുടെ എൻഡിൽ വരുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അപ്പോൾ തൽക്കാലം ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി ഓർ എൻവയോൺമെന്റ്, അതാണ് ടെമ്പറേച്ചർ എന്നുള്ള സെൻസിൽ പോട്ടെ. ഓക്കെ, നൗ
The equality of temperature is the only requirement for thermal equilibrium. നമ്മൾ നേരത്തെ thermal equilibrium കണ്ടീഷനിൽ പഠിച്ചു എന്താണ് there must be no temperature variations within the system എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, there is a hot coffee having 70 degrees Celsius and the environment is having only 20 degrees Celsius. What happens is there must be an unbalanced condition. അൺബാലൻസ്ഡ് കണ്ടീഷൻ ഉണ്ടായി. അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞത്. തെർമൽ എക്വിലിബ്രിയം ഉണ്ടാവുമോ ഇവിടെ? ഒരിക്കലും ഉണ്ടാവത്തില്ല. വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ ഒരു ഹോട്ട് കോഫി എന്ത് ചെയ്യും? 20 ഡിഗ്രിയിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇത് സറൗണ്ടിങ്സുമായിട്ട് ഇന്റർഫിയർ ചെയ്യാൻ തുടങ്ങും. ഇന്റർഫിയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് 20 ഡിഗ്രിയിൽ എത്താൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഹീറ്റിന്, അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ്, ഇവിടെ 20 ഡിഗ്രി, ഇവിടെ 70 ഡിഗ്രി. ബിക്കോസ് ഓഫ് ദിസ് ടെമ്പറേച്ചർ ഡിഫറൻസ് there is a heat flow, there is an energy flow from the hot body to the cold body. Heat dissipate ചെയ്തിരിക്കും. നിങ്ങൾക്ക് പനി ഉണ്ടാകുന്ന സമയത്ത്, നിങ്ങൾക്ക് കോൾഡ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും. ഈവൻ ദോ ആ ടൈമിൽ നിങ്ങൾക്ക് ഭയങ്കര കോൾഡ്, നമ്മൾ പനി എന്ന് പറയുന്നത് എന്താണ്? കോൾഡ് എന്നാണ് പറയുന്നത് എപ്പോഴും, ഫീവർ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഹീറ്റ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ സ്കിന്നിൽ കൂടെ ഹീറ്റ് നഷ്ടപ്പെട്ടു പോകും. നിങ്ങളുടെ ട്രില്യൺസ് ഓഫ് മെറ്റാബോളിസത്തിൽ നിന്ന്, നിങ്ങളുടെ മോളിക്യൂൾസിൽ നിന്ന്, നിങ്ങളുടെ ആറ്റംസിൽ നിന്ന്, ബോഡി കണ്ടൻസിനകത്ത് സെൽസിൽ നിന്ന്, ഇതിൽ നിന്നെല്ലാം ഹീറ്റ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? കോൾഡ് ഫീൽ ചെയ്യും. അതേസമയം നിങ്ങൾ ഹോട്ടായിട്ട് ഒരു സബ്സ്റ്റൻസിൽ കൊണ്ട് കൈവച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ ശരീരത്തിൽ തണുപ്പാണ് അല്ലെങ്കിൽ കുറവാണ് ടെമ്പറേച്ചർ, ഹോട്ട് സബ്സ്റ്റൻസിൽ കൂടുതലാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് heat is flows from that hot substance to your body. So again what happens? You are gaining heat, means that നിങ്ങൾക്ക് hotness feel ചെയ്യും. ഇതാണ് ഒരു ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. If there is a temperature difference, there must be an energy flow takes place. That energy formation is called heat എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ causing the flow of energy as heat എന്ന് പറയുന്നത്. Is it clear? ഇതാണ് ടെമ്പറേച്ചറിന്റെ കൺസെപ്റ്റുകൾ ഇവിടെ പറയുന്നത്. Okay. So now what is zeroth law of thermodynamics പറയുമ്പോഴത്തേക്കും I'm considering 3 systems. A temperature A ഉള്ള ഒരു സിസ്റ്റം, ടെമ്പറേച്ചർ B ഉള്ള ഒരു സിസ്റ്റം, ടെമ്പറേച്ചർ C ഉള്ള സിസ്റ്റം. അതാണ് A, B, C എന്ന് പറയുന്ന സിസ്റ്റംസ് എടുക്കുകയാണെങ്കിൽ, if 2 systems are thermal equilibrium with the third system separately, അതായത് suppose I'm giving an absence to this arrow. ഈ ആരോയ്ക്ക് ഞാൻ ഇവിടെ മിസ് ചെയ്യാണ്, കാണിക്കുന്നില്ല, വാനിഷ് ചെയ്ത് എറേസ് ചെയ്ത് കളഞ്ഞു. ആൻഡ് ടി എ എന്ന് പറയുന്ന സിസ്റ്റവും ടി ബി എന്ന് പറയുന്ന സിസ്റ്റവും ടി സി എന്ന് പറയുന്ന സിസ്റ്റവുമായിട്ട് തെർമലി ബാലൻസ്ഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം സെയിങ് ദാറ്റ് ഇഫ് ടെമ്പറേച്ചർ ഓഫ് ടി സിസ്റ്റം എ ഈസ് 50 ഡിഗ്രി സെൽഷ്യസ് ഓർ 5 ഡിഗ്രി സെൽഷ്യസ്, ടി സി എന്ന് പറയുന്നതും എന്തായിരിക്കണം? 5 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. അതായത് ടി എ എന്ന് പറയുന്ന സിസ്റ്റം ടി സി എന്ന് പറയുന്ന സിസ്റ്റമായിട്ട് തെർമലി ബാലൻസ്ഡ് ആയിരിക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ടെമ്പറേച്ചർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, അതായത് 5 തന്നെ ആയിരിക്കണം. ഓക്കെ, അതിന്റെ കൂടെ പറയുന്നു ടി ബി എന്ന് പറയുന്ന സിസ്റ്റം എന്തുമായിട്ട് ഇപ്പൊ തെർമലി ബാലൻസ്ഡ് ആണ്? ടി സി ആയിട്ട് ബാലൻസ്ഡ് ആണ്. അതിനർത്ഥം ടി ബിയുടെ ടെമ്പറേച്ചറും എത്ര ആയിരിക്കും? 5 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ മിസ് ചെയ്ത് ഈ ആരോ ഇവിടെ കൊണ്ടുവരും. ടി എയും ടി ബിയും തെർമലി ബാലൻസ്ഡ് ആയിരിക്കും. ഇതിനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് ടി എ ആൻഡ് ടി ബി ആർ സെപ്പറേറ്റ്ലി ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ ബോഡി ടി സി, then TA and TB are also in thermal equilibrium. അതാണ് zeroth law of thermodynamics പറയുന്നത്. It is labeled by R.H. Fowler in 1931. 1931 വന്നതാണ് zeroth law of thermodynamics പറയുന്നത്. അപ്പം ഇതിനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, if two systems, ഞാൻ നേരത്തെ ടി എയും ടി ബി എന്ന് പറയുന്നത് two systems, if two systems are separately in thermal equilibrium with a third system, that is TC, then they are also in thermal equilibrium with each other. They are എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫസ്റ്റ് 2 സിസ്റ്റത്തിനാണ്, അത് രണ്ടും തെർമലി ബാലൻസ്ഡ് ആയിരിക്കും. അതാണ് പറയുന്നത് if two systems, ഈ ബ്രാക്കറ്റിലുള്ള എല്ലാം വിട്ടേക്കും, if two systems are in thermal equilibrium with a third system separately, then they are in thermal equilibrium with each other or themselves. ഇതാണ് zeroth law of thermodynamics പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത് പറയുന്നത് മൊത്തം എന്തിന്റെ ബേസ് ചെയ്താണ്? ടെമ്പറേച്ചറിന്റെ ബേസ് ചെയ്താണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് zeroth law ഡിഫൈൻസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. zeroth law ഡിഫൈൻസ് ടെമ്പറേച്ചർ. അപ്പൊ ഇത് why it is termed as zeroth law എന്ന് വെച്ച് കഴിഞ്ഞാൽ, this law is labeled after
describing after labeling the first law of thermodynamics. ഫസ്റ്റ് ലോ പറഞ്ഞ് ഫസ്റ്റ് ലോ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ലോ ഫണ്ടമെന്റൽ ലോ ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് 1 എന്ന് പറയുന്ന ലോ ഓൾറെഡി ഡിഫൈൻ ചെയ്തത് കൊണ്ട് അതിന് മുമ്പ് 0 എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മൾ ഇത് അല്ലെങ്കിൽ ഈ ലോയുടെ ഇമ്പോർട്ടൻസ് കൊണ്ട് അതിന് ഫസ്റ്റ് പ്ലേസ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ മൊത്തം എന്ന് പറയുന്നത് ആക്ച്വലി 4 ലോസ് ആണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. അപ്പോൾ മൊത്തം 4 ലോസ് വരും. ഈ 4 ലോസ് ആണ് തെർമോഡൈനാമിക്സ് ലോസ് ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ലോ നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് ലോ നിങ്ങൾക്ക് അറിയാം. ആക്ച്വലി ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇറ്റ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് എന്ന് പറയുന്നത് അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ തെർമോഡൈനാമിക്സ് വരുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ്സിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും, പക്ഷെ കൺസെപ്റ്റ് സെയിം തന്നെയാണ്. ഇത് ക്ലിയർ ആണോ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന്? സ്റ്റേറ്റ്മെന്റ് അതേ കണക്ക് വരികയും ചെയ്യണം. സ്റ്റേറ്റ്മെന്റ്സ് എപ്പോഴും അതേ കണക്ക് തന്നെ ആയിരിക്കണം. നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം, പക്ഷേ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് തന്നെ ആയിരിക്കണം എപ്പോഴും. ഓക്കെ. Listen, what is the significance or what is the use of this thermodynamics എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. സപ്പോസ് ഐ വാണ്ട് ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് 2 systems. അതായത് 2 systems ഉണ്ട്. 2 systems തെർമലി ബാലൻസ്ഡ് ആണോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണം വിത്തൗട്ട് ബ്രിങ്ങിങ് ദം ഇൻ കോണ്ടാക്ട്. അതായത് രണ്ട് സ്ഥലത്തിരിക്കുന്നത് വെച്ചോ. ഒരു ഒബ്ജക്റ്റ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നു, ഒരു ഒബ്ജക്റ്റ് നിങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിലിരിക്കുന്നു. ഇതിന് രണ്ടിനെ നമുക്ക് പൊക്കിയെടുത്തുകൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഈ 2 സിസ്റ്റവും തെർമലി ബാലൻസ്ഡ് ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂന്നാമതൊരു സിസ്റ്റം യൂസ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് എ തെർമോമീറ്റർ. മൂന്നാമതൊരു സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും. ഇഫ് ദ ഫസ്റ്റ് സിസ്റ്റം, മൂന്നാമത് പറഞ്ഞ ആ സിസ്റ്റം comes in contact with the first system and it gives a temperature. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഇത് കോണ്ടാക്ട് വരുമ്പോൾ തെർമലി ബാലൻസ്ഡ് ആണെന്നാണ് അർത്ഥം. ഇനി അതൊരു 50 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫസ്റ്റ് സബ്ജക്ട് 2ന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതും ഈ ഒബ്ജക്ട് 2ഉം ഒബ്ജക്ട് 3യും കൂടെയാണ് നമുക്ക് ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ തെർമോമീറ്റർ അതായത് ഒബ്ജക്ട് 1 കൊണ്ടുവന്ന് ഇതിനകത്ത് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ റീഡിങ് എനിക്ക് 50 കിട്ടി. എന്ന് വെച്ചാൽ സിസ്റ്റം 1 എന്തായി മാറ്റി? ഇതുമായിട്ട് തെർമലി ബാലൻസ്ഡ് ആയി. ഇനി ഞാൻ എന്ത് ചെയ്യും? ഒബ്ജക്ട് 3 ആയിട്ട് കൊണ്ടുവന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോൾ 50 തന്നെയാണ് ഈ തെർമോമീറ്റർ തരുന്നതെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഒബ്ജക്ട് 2ഉം ഒബ്ജക്ട് 3യും തമ്മിൽ തെർമലി ബാലൻസ്ഡ് ആണ്. ഇനി 3 അതല്ല തരുന്നതെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ദേ ആർ നോട്ട് ഇൻ ബാലൻസ്ഡ് കണ്ടീഷൻ. ഇത്രയേ ഉള്ളൂ എന്താണ് ഈ തെർമോഡൈനാമിക്സ് ലോയുടെ സിഗ്നിഫിക്കൻസ് പറയുന്നത്, ഉപയോഗം എന്ന് പറയുന്നത്. വിത്തൗട്ട് ബ്രിങ്ങിങ് 2 സിസ്റ്റംസ് ഇൻ കോണ്ടാക്ട് വി ക്യാൻ ചെക്ക് ഫോർ ദ equilibrium, thermal equilibrium condition. When 2 systems are separately in thermodynamic equilibrium with the third object, they are in equilibrium with each other. Objects in thermodynamics have the same temperature. ഇതാണ് സിഗ്നിഫിക്കൻസ്. ആ സിഗ്നിഫിക്കൻസ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പിക്ചർ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ? ഇങ്ങനെ ചോദിക്കും നമ്മൾ പറയുന്ന സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ തെർമോഡൈനാമിക്സ് 0th law of thermodynamics എന്നും ആൻഡ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് 0th law of thermodynamics എന്നായിരിക്കും ചോദ്യം വരിക. അപ്പം സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആ A, B, C എന്ന് പറയുന്ന 3 സിസ്റ്റം വെച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. സിഗ്നിഫിക്കൻസ് പറയാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 2 സ്ഥലത്തിരിക്കുന്ന ഒബ്ജക്റ്റുകൾ തെർമലി ബാലൻസ്ഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ രണ്ടിനെയും കൂടെ കോൺടാക്റ്റിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് മൂന്നാമതൊരു സിസ്റ്റം, അതായത് പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്നാമതൊരു സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും. ഈ മൂന്നാമത്തെ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ സെയിം ആയിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ 2 സിസ്റ്റം, അതായത് നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്ത 2 സിസ്റ്റവും തെർമലി ബാലൻസ്ഡ് ആണെന്ന് പറയാൻ പറ്റും. ഇതാണ് സിഗ്നിഫിക്കൻസ്. ക്ലിയർ? ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ. So regarding this condition, the temperature scales. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. Then you have to study this equation conversions. നിങ്ങൾ സ്വന്തമായിട്ട് അത് പഠിച്ചോളാം. സ്കെയിൽ കൺവേർഷൻസ് ആണ്, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ക്ലിയർ? അടുത്ത ക്ലാസ്സിൽ ഞാൻ ഹീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. എടുത്തല്ലോ സ്ക്രീൻഷോട്ട് എടുത്തല്ലോ. Yes, sir.